ആദ്യ ഭാഗം ഭരതനാട്യം മോഹൻലാലിൻ്റെ ബാലേട്ടൻ്റെ കഥയുമായി സാമ്യമുണ്ടെങ്കിൽ രണ്ടാം ഭാഗം മോഹിനിയാട്ടം ദൃശ്യവുമായി സാമ്യമുണ്ട്. ഭരതനാട്യം ഒരു ഫാമിലി ഡ്രാമ കോമഡി സിനിമയായിരുന്നെങ്കിൽ മോഹിനിയാട്ടം ഒരു ഡാർക്ക് കോമഡി ത്രില്ലർ സ്പൂഫ് സിനിമയാണ്. സിനിമയിൽ ഒരുപാട് വലുതും ചെറുതുമായ ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ട്. ഇന്ന് മോഹിനിയാട്ടത്തിലെ ഹിഡൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഭരതൻ നായരുടെ മരണം. അയാൾ തുടങ്ങിവെച്ച ഫേക്ക് അമ്പലത്തിലെ പ്രധാന നേർച്ച ഓരോ ആവശ്യങ്ങൾക്കായി ആയുസ് വർദ്ധിപ്പിക്കാൻ, പ്രണയം നേടാൻ, സന്താനം ഉണ്ടാവാനൊക്കെ തലയിൽ തേങ്ങ ഉടയ്ക്കുന്നതാണ്. ഭരതൻ നായർ മരിക്കുന്നത് ഒരു കുല തേങ്ങ തലയിൽ വീണുകൊണ്ടാണ്. ഒരു നിമിഷത്തേക്ക് അയാളുടെ മുഖത്ത് ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ പ്രതിഫലമാണ് ഇതെന്ന് തിരിച്ചറിയുന്നുമുണ്ട്. ഒരാളെ കൊന്ന് ശരീരം കഷ്ണങ്ങളാക്കി പല രീതിയിൽ അതെല്ലാം മറവ് ചെയ്ത് അവസാനം കുറച്ചു ഭാഗങ്ങൾ ചാരമാക്കി സ്വന്തം അച്ഛൻ്റെ അസ്ഥിയോടൊപ്പം കലത്തിലാക്കി പുഴയിൽ ഒഴുക്കുകയാണ് ശശി ചെയ്യുന്നത്. ഭരതൻ നായരുടെ അസ്ഥിയോടൊപ്പം ഗോവിന്ദരാജയുടെ അസ്ഥിയും അതേ കൂട്ടത്തിലുണ്ട്. ഗോവിന്ദരാജയ്ക്ക് മക്കളുള്ളതായി സിനിമയിൽ പറയുന്നില്ല. ചെയ്തത് തെറ്റാണെങ്കിലും ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് ശശി ഗോവിന്ദൻ്റെ മരണാനന്തര കർമ്മങ്ങൾ വിധി പ്രകാരം തന്നെ ചെയ്തു എന്നതാണ് വാസ്തവം. ഗോവിന്ദൻ്റെ മരണത്തിൽ ആ കുടുംബത്തിലെ ശശി ഒഴികെ എല്ലാവരും പ്രതികളാണ്. അവസാനം ശശി എല്ലാവരോടും അനുവാദം ചോദിച്ച് അസ്ഥി ഒഴുക്കി. ഭരതനും ഗോവിന്ദനും മോക്ഷം കിട്ടി എന്ന് കരുതാം. ചാലക്കുടിയിൽ നിന്നും ശ്രീകണ്ഠപുരത്തേക്ക് പോകുന്ന വണ്ടിയുടെ ഏറ്റവും മുൻപിലിരിക്കുന്നത് അജയാണ്. ഡ്രൈവറിന് കൃത്യമായ വഴി പറഞ്ഞു കൊടുക്കാൻ കൂടിയാണ് അജയെ മുൻപിലിരുത്തിയിരിക്കുന്നത്. ശ്രീകണ്ഠപുരത്തേക്ക് വന്ന് ബേബിയുടെ കയ്യിൽ നിന്നും രുക്മിണിയമ്മ താക്കോല് വാങ്ങുന്ന സീൻ. ട്രാവലറിൽ നിന്നും എല്ലാവരും സാധനങ്ങളൊക്കെയായി ഇറങ്ങാൻ തുടങ്ങുന്നതേയുള്ളൂ. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ് അവസാനം ഇരട്ടകളിൽ രണ്ടാമത്തവൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഗോപൻ അവനോട് "നീ എവിടേക്കാ" എന്ന് ചോദിച്ച് അവനെ ഇറങ്ങാൻ സമ്മതിക്കാതെ വണ്ടിയുടെ ഡോർ അടയ്ക്കുന്നുണ്ട്. ഇരട്ടകളിൽ ഒരാൾ ഇറങ്ങി പുറത്ത് നിൽക്കുന്നുമുണ്ട്. രണ്ടുപേരെയും ഒരുമിച്ച് ബേബി കണ്ടാൽ ഉണ്ടായേക്കാവുന്ന നാണക്കേട് കരുതിയാണ് ഒരാളെ ഇറങ്ങാൻ സമ്മതിക്കാതെ ഗോപൻ ഡോർ അടയ്ക്കുന്നത്. ഈ രംഗം ശ്രദ്ധിക്കാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. കാരണം ഗോപൻ "നീ എവിടേക്കാ" എന്ന ഡയലോഗ് പറയുന്നത് രുക്മിണിയമ്മ താക്കോല് വാങ്ങുന്ന സീനിൽ ബാക്ക്ഗ്രൗണ്ടിലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിമ്പിൾ എഡിറ്റിംഗ് ഈ സീനിലുണ്ട്. ശശിയും ഗോപനും കൂടി കട്ടിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഹാളിൽ ഡൈനിങ് ടേബിളും കസേരകളും ഇല്ലായിരുന്നു. പക്ഷേ ഹാൾ കടന്നു പോകുമ്പോൾ ഡൈനിങ് ടേബിളും കസേരയും അവിടെ വന്നു കഴിഞ്ഞു. ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് സ്നേഹവീട് എന്നാണ്. അജയനെയും രുക്മിണിയമ്മയെയും പുതിയതായി ആഡ് ചെയ്തതാണ്. ഈ സീനിൽ ഈ ഇരിക്കുന്നത് അജയനല്ല, അരുണാണ്. അരുൺ രുക്മിണിയമ്മയുടെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് അമ്മ2 എന്നാണ്. ഒരു യൂട്യൂബ് വീഡിയോ ഗോപേട്ടൻ ഷെയർ ചെയ്തിരിക്കുന്നത് കാണാം. ഒരേ സമയം കേരള സ്റ്റോറി എന്ന ഹിന്ദി സിനിമ ഫ്രാഞ്ചൈസിയെയും പ്രശസ്തനായ മലയാളം സിനിമ റിവ്യൂ ചെയ്യുന്ന ഒരാളെയും കളിയാക്കിയുള്ള തംബ്നെയിലാണ് ആ വീഡിയോയുടേത്. ഗോപേട്ടൻ എന്നാണ് പേരെങ്കിലും ഫോട്ടോ അശോകേട്ടൻ്റേതാണ്. എഡിറ്റിംഗ് മിസ്റ്റേക്ക് ആവും. ബേബിയും രഘുവും ചേർന്ന് നടത്തുന്ന പരിപാടിയാണ് ഈ കൈത്താങ് എന്ന ദുരിതാശ്വാസ കളക്ഷൻ പോയിന്റ്. മിക്കവാറും ഇതിൽ ഗോവിന്ദരാജയ്ക്കും ഷെയർ കാണാൻ സാധ്യതയുണ്ട്. പ്രകൃതിക്ഷോഭത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ദുരിതം അനുഭവിക്കുന്നവർക്കായി SK പുരത്തിൻ്റെ കൈത്താങ്, അതായത് ശ്രീകണ്ഠപുരത്തിൻ്റെ കൈത്താങ്. ഈ കളക്ഷൻ പോയിന്റിലാണ് ഗോവിന്ദരാജയുടെ മരണശേഷം അയാളുടെ വസ്ത്രങ്ങളും ഷൂസും കൊണ്ടുപോയി കൊടുക്കുന്നത്. ഭരതൻ്റെയും രുക്മിണിയുടെയും വിവാഹത്തിൻ്റെ ആൽബം കാണിക്കുന്നുണ്ട്. വ്യക്തമല്ലെങ്കിലും ഒരു ഊഹം വെച്ച് നോക്കിയാൽ ഈ കല്യാണം നടന്നത് ആര്യങ്കാവ് ദേവീക്ഷേത്രത്തിൽ വെച്ച് തന്നെ ആവാനുള്ള സാധ്യത ചെറുതല്ല. സ്വന്തമായി ഉണ്ടാക്കിയ അമ്പലത്തിൽ വെച്ച് രണ്ടാം വിവാഹം കഴിക്കുക. ഭരതൻ നായർ ഉടായ്പിൻ്റെ കാര്യത്തിൽ ഗോവിന്ദരാജയെ കടത്തിവെട്ടും എന്നത് ഉറപ്പാണ്. ഗോവിന്ദരാജയുടെ ഇൻട്രോ സീൻ. അയാൾ എത്ര സ്വാർത്ഥനാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാവും. സൈറൺ ഇട്ട് രോഗിയെയും കൊണ്ട് പോകുന്ന ആംബുലൻസിനെ ഓവർടേക്ക് ചെയ്താണ് അയാൾ പാഞ്ഞു പോകുന്നത്. അതും മറ്റാളുകളുടെ അടുത്ത് നിന്നും കാശ് തട്ടാൻ വേണ്ടിയുള്ള പ്ലാനുമായിട്ട്. തലയിൽ തേങ്ങ ഉടയ്ക്കുന്ന സീൻ. ഞാൻ വെറുതെ ഇതൊന്ന് ഫ്രെയിം ബൈ ഫ്രെയിം പ്ലേ ചെയ്തു നോക്കി. ഭാഗ്യം, തേങ്ങ തലയിൽ വീഴുന്നതിന് മുൻപ് തന്നെ വെള്ളം തെറിക്കുന്നുണ്ട്. മുറിച്ച് വെച്ച തേങ്ങ എടുത്ത് തലയിൽ മുട്ടിക്കുകയാണ് ചെയ്യുന്നത്. നോളൻ വല്ലതുമായിരുന്നു ഡയറക്ടറെങ്കിൽ ഒറിജിനൽ തേങ്ങ തന്നെ ഉടച്ചേനെ. ഗോവിന്ദരാജ കൊടുക്കുന്ന ഗിഫ്റ്റ് അതൊരു പ്രഷർ കുക്കറാണ്. അതിലാണ് പുള്ളിയെ തട്ടിയ ശേഷം ശരീരഭാഗങ്ങൾ വേവിക്കുന്നത്. മോഹിനീശ്വരി ഫോട്ടോ റിവീലിംഗ് സീനിന് മുൻപ് ഈ ഫോട്ടോ സിനിമയിൽ കാണിക്കുന്നുണ്ട്, അമ്പല കമ്മിറ്റിയുടെ ഓഫീസിലെ ചുമരിൽ. പിന്നീടാണ് സിനിമയിൽ വമ്പൻ ട്വിസ്റ്റോടുകൂടി മോഹിനീശ്വരി ദേവിയുടെ ഫോട്ടോ കാണിക്കുന്നത്. 4 കൈകളുള്ള ദേവിയാണ് മോഹിനീശ്വരി. ഒരു കൈയിൽ മോര് നിറച്ച കുടം, മറ്റൊന്നിൽ ഉടച്ച തേങ്ങാമുറി, മൂന്നാമത്തെ കൈയിൽ നിന്നും താഴെയുള്ള തളികയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന കടലമാവും കടലയും ചേർന്നുള്ള പ്രസാദം, അതായത് മിച്ചർ. മോരും മിച്ചറും അമ്പലത്തിലെ പ്രസാദമാണ്, തേങ്ങ ഉടയ്ക്കൽ നേർച്ചയും. ഫോട്ടോ റിവീലിംഗ് സീൻ. ഫോട്ടോ പൊതിഞ്ഞിരിക്കുന്ന ന്യൂസ് പേപ്പറിൻ്റെ മുൻപിൽ വ്യാജ ഐഡികൾ മരവിപ്പിച്ചു എന്ന വാർത്ത കാണാം. തുടർന്ന് കാണിക്കുന്നതും ഇതുപോലെ ഒരു വ്യാജ ഐഡി മരവിപ്പിക്കാനാണ്. ഭരതൻ തുടങ്ങിയ അമ്പലത്തിൽ നിന്നും സ്വന്തം അമ്മയുടെ പേരും ആദ്യ ഭാര്യയുടെ ഫോട്ടോയും വെച്ച് ഒരു വ്യാജ ഐഡൻറ്റിറ്റിയുള്ള ദേവിയെ സൃഷ്ടിച്ചു. ഇതൊരു ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കാണാം. പക്ഷേ ഒരു ഫാമിലി സ്റ്റോറിയിൽ ഈ ഒരു ഡീറ്റെയിൽ വളരെ അക്യുറേറ്റ് ആണ്. ഗോപനും ശ്രീലതയും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് കിടക്കുന്ന സീൻ. ശ്രീലതയുടെ താലിമാല ഊരി അടുത്തുള്ള സ്റ്റൂളിൽ വെച്ചിരിക്കുന്നത് കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞു കിടക്കുമ്പോൾ കഴുത്തിൽ കിടന്ന് മുറുകാതെ ഇരിക്കാനാണത്രേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്.
ചെറിയൊരു സീനിൽ പോലും ഈ ഒരു ഡീറ്റെയിൽ കൊണ്ടുവന്നത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. രാവിലെ നടക്കാൻ പോകുന്ന ഗോവിന്ദൻ മാമനെ സുഭാഷ് കാണുന്ന സീൻ. ഈ സീനിൽ റോഡിലെ ബ്ലൈൻഡ് സ്പോട്ട് മിററിലൂടെ സുഭാഷ് നോക്കുമ്പോൾ സുഭാഷിൻ്റെ കയ്യിലൊരു കുടയുണ്ട്. മാമൻ്റെ പുറകെ ഓടി ചെല്ലുമ്പോഴും ആ കുടയുണ്ട്. പക്ഷെ മാമൻ്റെ ഒപ്പം നടന്ന് സംസാരിക്കുമ്പോൾ ആ കുട കയ്യിൽ കാണാനില്ല. എഡിറ്റിംഗ് മിസ്റ്റേക്ക് ആവും. ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന ഫോട്ടോ മാറ്റി ഇല്ലാത്ത ദൈവത്തിൻ്റെ ഫോട്ടോ വയ്ക്കുന്ന സീൻ. ഇടയ്ക്ക് ഫേക്കും വർക്കാവും എന്നാണ് അരുൺ പറയുന്നത്. സത്യത്തിൽ ഇത് പലപ്പോഴും ഗതിയില്ലാതെ വരുമ്പോൾ ആളുകൾ ചെയ്യുന്നതാണ്. സ്വയമുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ദൈവത്തിനെ ആശ്രയിക്കുകയും ചെയ്യുക എന്നത്. അവിടെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നതൊന്നും ഒരു പ്രശ്നമേ അല്ല. സന്ദർഭം മനുഷ്യരെ കൊണ്ടെത്തിക്കുന്ന അവസ്ഥ. എല്ലാവരും ഇരുന്ന് ന്യൂസ് കാണുന്ന സീൻ. ചാനലിൽ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ന്യൂസ് നടൻ സൈജു കുറുപ്പിന് എലിമീശ വണ്ണത്തിൽ നാഷണൽ അവാർഡ് നഷ്ടമായി എന്നതാണ്. ഏത് നാഷണൽ അവാർഡാണോ എന്തോ, ഒരു പ്രത്യേകതരം ഫോർത്ത് വാൾ ബ്രേക്കിംഗ്. ആ ചാനലിൻ്റെ പേര് യെല്ലോ വിഷൻ എന്നാണ്. പറയുന്ന ന്യൂസ് PT പീരീഡ് ക്ലാസ്സിലേക്ക് കയറി വന്ന കണക്ക് അധ്യാപകനെ വിദ്യാർത്ഥികൾ തല്ലിക്കൊന്നു എന്നാണ്. നടന്ന സംഭവങ്ങളെ പെരുപ്പിച്ച് പറയുന്ന യെല്ലോ ജേർണലിസം എന്ന പരിപാടിയെ ചൂണ്ടിക്കാണിക്കുന്ന രംഗമാണിത്. ന്യൂസ് ചാനൽ നല്ലതായിരുന്നെങ്കിൽ യെല്ലോ വിഷന് പകരം ക്ലിയർ വിഷൻ എന്നെങ്കിലും പേരിട്ടേനെ. സുഭാഷ് ജൂനിയറിനെ അരുൺ വിളിക്കുന്നത് കുമ്പിടി എന്നാണ്. എല്ലായിടത്തും അവനുള്ളതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. മാത്രമല്ല പിന്നീട് സുഭാഷിൻ്റെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നതും സുഭാഷ് കുമ്പിടി എന്നാണ്. ഗോവിന്ദരാജയുടെ ആരാണെന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നത് റൈറ്റ് ഹാൻഡ് ആണെന്നാണ്. പക്ഷേ ഉയർത്തി കാണിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡാണ്. അരുണും അജയും പഠിച്ചത് BSc കെമിസ്ട്രിയാണ്. അജയുടെ വീട്ടിൽ കെമിസ്ട്രിയുടെ പുസ്തകങ്ങൾ ഇരിക്കുന്നത് കാണാം. ഭരതനാട്യത്തിൻ്റെ ടൈറ്റിലിൽ ഒരേപോലത്തെ 2 മുഖങ്ങളുണ്ടായിരുന്നു. ഭരതൻ്റെ 2 ഭാര്യമാരിലുണ്ടായ ഒരേ ഛായയുള്ള 2 മക്കളെ സൂചിപ്പിക്കാനായിരുന്നു അത്. മോഹിനിയാട്ടത്തിൻ്റെ ടൈറ്റിലും അതുപോലെ സിമ്മട്രിക്കായ 2 ചിത്രങ്ങളുണ്ട്. അത് 2 കാലുകളാണ്. ശവത്തിൻ്റെ കാലുകൾ, മരണപ്പെട്ട ഗോവിന്ദരാജയുടെ കാലുകൾ. അശോകൻ മടുത്തു ജീവിതം എന്നും പറഞ്ഞു പോയാണ് നേരെ റൂമിൽ ചെന്ന് തൂങ്ങിച്ചാവാൻ നോക്കുന്നത്. മുറ്റത്തു നിന്ന് പോകുമ്പോൾ തന്നെ പ്രാഗിക്കൊണ്ട് തൂങ്ങിച്ചാവാൻ വേണ്ടി ഉടുത്തിരുന്ന മുണ്ടഴിച്ചുകൊണ്ടാണ് പുള്ളിയുടെ പോക്ക്. തൂങ്ങിച്ചാവാൻ നോക്കി അശോകനെ രക്ഷിച്ചതിന് ശേഷം ചുറ്റും കൂടിയെന്ന് എല്ലാവരും ദേഷ്യപ്പെടുമ്പോൾ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് മുണ്ടിൻ്റെ കെട്ടടിച്ച് അശോകൻ്റെ മടിയിലേക്ക് വിരിച്ചിടുന്ന ഭാര്യ ശാന്തിയെ എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല. സ്റ്റേജിലെ പോഡിയത്തിലെ സ്റ്റിക്കർ മോഹിനീശ്വരി ദേവി ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം എന്നതാണ്. ഇതേ സ്റ്റിക്കർ ഗോവിന്ദരാജൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറിലും അജയൻ്റെ സ്കൂട്ടറിലും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പോഡിയത്തിൻ്റെ മുകളിൽ അതേ സ്റ്റിക്കർ ഒട്ടിച്ചതാവും. അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഐശ്വര്യം എന്നൊന്നും വരില്ലല്ലോ. ഇത് ചെറിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. ഗോവിന്ദരാജയെ കാണാനില്ല എന്ന നോട്ടീസിലെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ 5 അടി 8 ഇഞ്ച് ഉയരം, വെളുത്ത നിറം, സുന്ദരൻ, വർമ്മ, മധ്യവയസ്കൻ. വർമ്മ എന്നൊക്കെ ആരെങ്കിലും നോട്ടീസിൽ കൊടുക്കുമോ എന്നറിയില്ല. കാണാതായ ആളെ കണ്ടുപിടിച്ച് കിട്ടാൻ ജാതിയൊക്കെ ഒരു ഐഡൻറ്റിറ്റിയായി കരുതുന്ന വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും ഉണ്ടെന്ന് തന്നെ പറയാം. ഗോവിന്ദരാജയെ കാണാനില്ല എന്ന നോട്ടീസ് ഒട്ടിക്കുന്ന ഒരു സീനിൽ അത് ഭരതനാട്യം സിനിമയുടെ പോസ്റ്ററിലാണ് ഒട്ടിക്കുന്നത്. സിനിമ ഓടുന്നതാണെങ്കിൽ SK പുരം OTTയിൽ, അതായത് ശ്രീകണ്ഠാപുരം OTTയിൽ. മോഹൻദാസിന് പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഗോവിന്ദൻ എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയത്. സത്യത്തിൽ എന്തിനാണ് മോഹൻദാസ് പണം ചോദിക്കുന്നത് എന്ന് പലർക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. മോഹൻദാസ് ദേവസ്വം ബോർഡിൻ്റെ ആളാണ്. മോഹിനീശ്വരി ദേവി ക്ഷേത്രം ദേവസ്വമായിട്ട് നിയമപരമായി കണക്ട് ചെയ്തിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ഈ അമ്പലം ദേവസ്വമായി കണക്ട് ചെയ്തിട്ടില്ല എന്നും ഇതൊരു വ്യാജ അമ്പലമാണെന്നും മോഹൻദാസ് തിരിച്ചറിഞ്ഞു. മോഹൻദാസിന് 30 ലക്ഷം കൊടുത്താൽ ഈ കാര്യം ആരോടും പറയുകയുമില്ല, ദേവസ്വവുമായി അമ്പലത്തെ കണക്ട് ചെയ്ത് തരികയും ചെയ്യും. ഇതാണ് ഡീൽ. 30 ലക്ഷമാണ് ഗോവിന്ദൻ 1.5 കോടിയെന്നും 2 കോടിയെന്നും ഒക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് പണം തട്ടാൻ നോക്കിയത്. മോഹൻദാസ് ഫോണിലൂടെ പറയുന്നത് കൊണ്ടോട്ടിയിൽ ഹനുമാൻ കൈൻഡിൻ്റെ അമ്പലം പണിയാൻ നോക്കിയവന്മാരെ പിടികൂടി എന്ന കാര്യമാണ്. ഈ ഹനുമാൻ കൈൻഡ് ഒരു റാപ്പറാണ്. പുള്ളിയുടെ ശരിക്കുള്ള പേര് സൂരജ് എന്നാണ്. പുള്ളിയുടെ നാട് കൊണ്ടോട്ടിയാണ്. അതായത് കൊണ്ടോട്ടിക്കാരൻ സൂരജിൻ്റെ പ്രൊഫഷണൽ പേരാണ് ഹനുമാൻ കൈൻഡ്. രുക്മിണി അമ്മയുടെ ഫോണിലേക്ക് സുഭാഷിൻ്റെ വാട്സപ്പ് കോൾ വരുമ്പോൾ അതിലെ DP അവരുടെ വീടിൻ്റെ ഗേറ്റിൽ തല വെച്ചിരിക്കുന്നതാണ്. ഈ ഫോട്ടോ എങ്ങനെ എടുത്തു? ഒരു പിടിയുമില്ല. SI പാർത്ഥൻ്റെ മുഖത്ത് സുഭാഷിൻ്റെ ഫെയർ ആൻഡ് ഫ്ലൈ ഫേസ് ക്രീം തേച്ച് തൊലിയിൽ പാണ്ട് വീണത് താടിയുടെ അടിയിലായി കാണാം. ഗോവിന്ദരാജയുടെ നായക്കുട്ടി സിംബ. ഡിസ്നിയുടെ ലയൺ കിങ് എന്ന കഥയിലെ നായകനായ സിംഹക്കുട്ടിയുടെ പേര്. സ്വന്തം അച്ഛൻ മുഫാസ മരണപ്പെട്ടപ്പോൾ തൻ്റെ കൂട്ടം തെറ്റി പോകേണ്ടി വന്ന സിംഹമാണ് സിംബ. ഇവിടെയും ഗോവിന്ദരാജയുടെ മരണശേഷം വീട് വിട്ടു പോവുകയാണ് സിംബ. അജയ് താക്കോലെടുക്കാൻ വീട്ടിലേക്ക് പോകുമ്പോൾ കയ്യിൽ 3 സഞ്ചിയാണ് ഉണ്ടായിരുന്നത്. താക്കോൽ കിട്ടിയെന്ന് വിളിച്ചു പറയുമ്പോൾ സൂക്ഷിച്ചു നോക്കിയാൽ അജയുടെ കയ്യിൽ 2 സഞ്ചിയേ ഉള്ളൂ. ഒരെണ്ണം വീട്ടിൽ വെച്ച് മറന്നിരിക്കുന്നു. സുഭാഷ് സീനിയറും ശശിയും ചേർന്ന് ഇറച്ചി കളയുന്നത് കോഴി വേസ്റ്റ് കൊണ്ടുപോയ ഒരു വണ്ടിയിലെ വേസ്റ്റ് പെട്ടികളിൽ നിറച്ചാണ്. അപ്പോൾ ശശി ഡ്രൈവറോട് ചോദിക്കുന്നതും കോഴി വേസ്റ്റ് കളയുന്നതിനെക്കുറിച്ചാണ്. ഇറച്ചി വെട്ടുകാരനായ ഈപ്പൻ പറഞ്ഞിട്ടായിരിക്കും ഈ വേസ്റ്റ് കളയുന്ന വണ്ടിയിൽ കയറ്റി കളയാൻ തീരുമാനിച്ചത്. വേസ്റ്റ് വണ്ടിയുടെ ഡ്രൈവർ ആ പാലത്തിൽ വണ്ടി നിർത്തിയത് അവിടെ ഇരുന്ന് മൂത്രമൊഴിക്കാനായിരുന്നു. ആ ഗ്യാപ്പിലാണ് ഇറച്ചി വേസ്റ്റ് വീപ്പയിലാക്കുന്നത്.
CIയുടെ കൂടെയുള്ള കോൺസ്റ്റബിളിൻ്റെ പേര് ദീപക് PK എന്നാണ്. ഇതൊരു നല്ല ഡീറ്റെയിൽ ആണ്, കാരണം ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് അത്രയും മോഡേൺ പേര് ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ഇറച്ചി വെട്ടുകാരൻ ഈപ്പൻ പറയുന്നത് ഇറച്ചി ഹോം ഡെലിവറി ചെയ്യാൻ വന്നതാണ് എന്നതാണ്. അതിനുശേഷമാണ് വീട് സെർച്ച് ചെയ്യുന്നതും കുക്കർ വിസിലടിക്കുന്നതും ഒക്കെ. അപ്പോൾ പോലീസിന് സംശയമൊന്നും വരില്ല. ഇനിയിപ്പോൾ പോലീസ് ചോദിച്ചാൽ തന്നെ ഈപ്പൻ കൊണ്ടുവന്ന ഇറച്ചിയാണ് കുക്കറിൽ എന്ന് പറയുകയും ചെയ്യാം. ഗോവിന്ദരാജയുടെ മരണം. പുള്ളി ഗിഫ്റ്റായിട്ട് കൊടുത്ത കുക്കറിൽ തന്നെയാണ് പുള്ളിയെ വേവിച്ചത്. കുക്കറിലെ ലോഗോ ഷെഫിൻ്റെ തൊപ്പി വെച്ച ഒരു തലയോട്ടിയാണ്. കമ്പനിയുടെ പേര് ടെർമിനേറ്റർ. അതിനുശേഷം ആ ഇറച്ചി തീയിലിട്ട് കത്തിച്ച് അതിൻ്റെ ചാരം ഭരതൻ പിള്ളയുടെ അസ്ഥിയുടെ കൂടെ കുടത്തിലാക്കി പുഴയിലൊഴുക്കി. ഗോവിന്ദൻ ആദ്യമായി ആ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞ ഡയലോഗ് ഭരതൻ പിള്ളയുടെ അസ്ഥി ഒഴുക്കാൻ പോകുമ്പോൾ പുള്ളിയും കൂടെ വരാം എന്നാണ്. അതും സിനിമയുടെ അവസാനം നടന്നു. കൂടെ വന്നു, പക്ഷെ ജീവനോടെ അല്ല എന്ന് മാത്രം. മോഹിനിയാട്ടത്തിൽ ഒരുപാട് സിനിമകളുടെ റെഫറൻസുകളുണ്ട്. ഒരു ലോഡ് റെഫറൻസുകളാണ് സിനിമയിൽ അങ്ങിങ്ങായി നിറച്ചിരിക്കുന്നത്. സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്ന പ്രചോദനം അഥവാ ഇൻസ്പിറേഷൻ കാർഡ് ആദ്യത്തെ സിനിമ ആട് തിയേറ്ററിൽ വൻ ഫ്ലോപ്പായിട്ടും രണ്ടാമത്തെ സിനിമ ആട് 2 വിജയിപ്പിച്ച സംവിധായകൻ മിഥുൻ മാനുവൽ തോമസിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. സൈജു കുറുപ്പ് 150 എന്നെഴുതി കാണിക്കുന്നത് രജനീകാന്ത് സിനിമകളുടെ തുടക്കത്തിൽ സൂപ്പർ സ്റ്റാർ രജനി എന്നെഴുതി കാണിക്കുന്ന അതേ രീതിയിലാണ്. ഫോട്ടോ റിവീലിംഗ് സീൻ. ഇത് ഏതാണ്ട് ലിയോയിലെ ഫോട്ടോ റിവീലിംഗ് സീനിന് സമാനമാണ്. പക്ഷേ ലിയോയിൽ ആ സീനിൽ ഫോട്ടോയിൽ ആരാണെന്ന് പ്രേക്ഷകന് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ആരും ഈ ട്വിസ്റ്റൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല. അരുൺ പറയുന്ന ശാസ്ത്രജ്ഞനെ വിളിച്ച് ഇലക്ട്രിക് കസേര ഉപയോഗിച്ച് ഡെഡ് ബോഡി ഭസ്മമാക്കുന്ന ഐഡിയ കൂലി സിനിമയിലെ റെഫറൻസാണ്. സുഭാഷ് സീനിയറും സുഭാഷ് ജൂനിയറും ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ണും നോക്കി നിൽക്കുന്ന സീൻ സൂര്യയുടെ 7ാം അറിവിലെ സീനിൻ്റെ റെഫറൻസാണ്. സുഭാഷിൻ്റെ തോളിൽ കൈവച്ച് ശശി ഇമോഷണൽ ആവുന്ന രംഗം ദശരഥത്തിലെ മോഹൻലാൽ സുകുമാരി സീനിൻ്റെ റെഫറൻസാണ്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കും എന്നത് ദൃശ്യം റെഫറൻസാണ്. ജൂനിയർ സുഭാഷ് മാമനെ അന്വേഷിച്ച് പാഞ്ഞു നടക്കുന്നത് ഹൃദയത്തിലെ ഒരു ക്രിഞ്ച് സീനിൻ്റെ റെഫറൻസാണ്. സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഈപ്പനും സരസ്വതിയും ഒരേ സാധനം എടുക്കുന്നത് അനിയത്തി പ്രാവിലെ റെഫറൻസാണ്. ഡെഡ് ബോഡി പീസാക്കുന്നത് പ്രശസ്തമായ ഡെക്സ്റ്റർ സീരീസിലെ അതേ രീതിയിലാണ്. ഈപ്പൻ ഫിറ്റ്സ് വന്നതുപോലെ അഭിനയിക്കട്ടെ എന്ന് ചോദിക്കുന്നത് ദൃശ്യത്തിലെ സീനുകളെ ആസ്പദമാക്കിയാണ്. താനൂർ ചക്ക ഡയലോഗ് വേഷം സിനിമയിലേതാണ്. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കുന്നതും അത് കുടിക്കാതിരിക്കുന്നതും റോഷാക്കിലെ മുൻ പരിചയം കൊണ്ടാണ്. ചാവി കാണാനില്ല എന്ന് പറയുമ്പോൾ മോന്തക്കിട്ടൊന്ന് പൊട്ടിച്ചാൽ കിട്ടുമെന്ന് പറയുന്നത് മിഥുനം റെഫറൻസാണ്. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് 2 സ്ത്രീകളിൽ ഒരുപോലെയുള്ള കുട്ടികൾ ഉണ്ടാകുന്നത് ഒരു നോക്ക് കാണാൻ എന്ന സിനിമയിൽ വന്നിട്ടുള്ള കൺസെപ്റ്റാണ്. ബേബി ശാലിനിയാണ് ഈ 2 കുട്ടികളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമ കണ്ടിട്ടില്ലെങ്കിലും ഇതിലെ ഈ പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഹിഡൻ ഡീറ്റെയിൽസ് കമൻറ്റായി ചേർക്കൂ. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.